നമസ്തേ, ഞാൻ RC ബീന. നെടുങ്കാട് വാർഡിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. 2015-2020 കാലഘട്ടത്തിൽ ആറ്റുകാൽ വാർഡിൽ കൗൺസിലറായി പ്രവർത്തിച്ചിരുന്നു. ബഹുമാന്യനായ ശ്രീ സുരേഷ് ഗോപി MPയുടെയും നമ്മുടെ രാജഗോപാൽ MLAയുടെയും എല്ലാ ഫണ്ടുകളും ആറ്റുകാൽ വാർഡിൽ കൊണ്ടുവന്ന് വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾ ആറ്റുകാൽ വാർഡിൽ നടത്താൻ കഴിഞ്ഞു. വളരെ നല്ല റെസ്പോൺസാണ്. കാരണം അവരെല്ലാവരും ഇപ്പോൾ പത്രം അല്ലെങ്കിൽ ബാക്കിയുള്ള സോഷ്യൽ മീഡിയകളെല്ലാം കാണുന്നതാണ്. കേരളത്തിൽ നടക്കുന്നതും ബാക്കി സംസ്ഥാനങ്ങളിൽ നടക്കുന്നതുമായുള്ള കാര്യങ്ങൾ അവർക്ക് വളരെ വ്യക്തമായി അറിയാം. അപ്പൊ കേരളത്തിൽ ഒരു മാറ്റം എല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. ആ കേരളത്തിൽ ഒരു മാറ്റം ആവശ്യമാണെങ്കിൽ അതിന്റെ തുടക്കം തിരുവനന്തപുരം നഗരസഭയിൽ നിന്നായിരിക്കണമെന്നും അവർക്ക് നന്നായിട്ടറിയാം. അപ്പോൾ ജനങ്ങൾ വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ്. പിന്നെ നെടുങ്കാട് വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ തൊട്ടു മുമ്പത്തെ കൗൺസിലറായ ശ്രീമൻ അജിത് ചെയ്ത ജനക്ഷേമ പ്രവർത്തനങ്ങൾ ഓരോ വീട്ടിലും, കരമന അജിത്ത് എന്നുള്ള വ്യക്തി, അദ്ദേഹം ഓരോ വീട്ടിലും ആ വീട്ടിലെ ആൾക്കാരെ പോലെയാണ് ഓരോ വീട്ടുകാർക്കും തോന്നിപ്പിക്കുന്നത്. അപ്പൊ അതിന്റെ പോസിറ്റീവ് എന്തായാലും എനിക്കുണ്ടായിരിക്കുമെന്ന് 100% ഉറപ്പുണ്ട്. പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡും ശുഭാപ്തി വിശ്വാസം തന്നെയാണ് ഈ നെടുങ്കാട് വാർഡിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ എനിക്കിപ്പോഴുള്ളത്. പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരവും ആയുഷ്മാൻ ഭാരത് പ്രകാരവും കുടിവെള്ള പദ്ധതി പ്രകാരവും ഏതൊക്കെ ഗുണഭോക്താക്കൾക്കാണോ അത് ആവശ്യം അതുകൊണ്ട് എത്തിക്കുക എന്നുള്ളതും എന്റെ കർത്തവ്യമാണ്. അജിത് ചേട്ടൻ എങ്ങനെയായിരുന്നു നെടുങ്കാട് വാർഡിനെ കയ്യിൽ കൊണ്ട് നടന്നത്, അതേ രീതിയിൽ തന്നെ അത് കൊണ്ടു നടന്ന് അജിത് ചേട്ടൻ എന്താണോ സ്വപ്നം കണ്ടത് അതിലെത്തിക്കുക എന്നുള്ളത് തന്നെയാണ് എന്റെ കർത്തവ്യം. ഇപ്പോ നെടുങ്കാട് വാർഡിൽ വികസന നായകനായ ശ്രീമാൻ കരമന അജിത്തിന്റെ പിൻഗാമിയായി വരുന്നതിന് വേണ്ടി പാർട്ടി എന്നെ നിയോഗിച്ചിരിക്കുകയാണ്. ആ നിയോഗത്തിൽ ഞാൻ വിജയിക്കണമെങ്കിൽ നെടുങ്കാട് വാർഡിലെ പ്രിയപ്പെട്ട ജനങ്ങളും എൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകരും ഒന്നായി പ്രവർത്തിച്ചാൽ മാത്രമേ കരമന അജിത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ തുടർന്ന് കൊണ്ടുപോകാൻ എന്നെ കൊണ്ട് കഴിയുകയുള്ളൂ. ആ എല്ലാവരുടെയും സഹകരണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും, ജനങ്ങളും പ്രവർത്തകരും എന്നോടൊപ്പം കാണുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ തുടരുന്നു. നന്ദി, നമസ്കാരം.